ഇന്ധന നിയന്ത്രണത്തിൽ സുപ്രധാനമായ നീക്കവുമായി പ്രധാനമന്ത്രി മോദി. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വാഹന വ്യൂഹങ്ങളിലെ വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രധാനമന്ത്രി നിർദ്ദേശത്തിനെ തുടർന്ന് വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ SPG നടപടികൾ തുടങ്ങി. നരേന്ദ്രമോദിക്ക് പിന്നാലെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറച്ചു. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായുള്ള. വിഷ്ണു, ഇത് അസാധാരണമായ ഒരു സാഹചര്യമാണല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നു. സാഹചര്യത്തിന്റെ ഗൗരവം അത് പൊതുജനത്തിന് ബോധ്യപ്പെടാൻ വേണ്ടിയാണോ? ഗൗരവം ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതോടൊപ്പം തന്നെ ജനങ്ങൾ ഇതൊരു മാതൃകയാക്കി സ്വീകരിച്ചുകൊണ്ട് ഇന്ധന ഉപഭോഗം കുറയ്ക്കണം എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് രണ്ടാണ്. അതായത് ഒന്ന്, രാജ്യത്തിന്റെ വിനിമയ നിരക്ക്, രൂപയുടെ വിനിമയ നിരക്ക് ഡോളറുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചിരിക്കുന്നു. മാത്രവുമല്ല, വിദേശത്ത് നിന്ന് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങുമ്പോൾ ഈ പകരമായി നമ്മൾ നൽകുന്ന ഡോളർ, അത് രാജ്യത്തിന്റെ ഡോളർ കരുതൽ ശേഖരത്തിൽ ഇടിവും കൊണ്ടുവരുമെന്നതാണ് ഒരു വസ്തുത. രണ്ടാമത്തത്, രാജ്യത്തേക്കുള്ള ഇന്ധന ചരക്ക് നീക്കത്തെ കാര്യമായി യുദ്ധം ബാധിച്ചിട്ടുണ്ട്. രാജ്യത്തേക്ക് പ്രതിദിനം 8 മുതൽ 12 വരെ കപ്പലുകളാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി വന്നുകൊണ്ടിരുന്നത് എങ്കിൽ ഇതുവരെ ഈ യുദ്ധം ആരംഭിച്ച് ഇതുവരെ ഏകദേശം 12ഓളം കപ്പലുകളെ ആകെ രാജ്യത്തേക്ക് വന്നിട്ടുമുള്ളൂ. അപ്പോൾ രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകാതിരിക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ചില നിർദ്ദേശങ്ങൾ ജനങ്ങളോട് വെച്ചിരുന്നു. അതായത് ഇത്തരത്തിൽ അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ സ്വർണം വാങ്ങി കൂട്ടുന്നത് ഒഴിവാക്കുക, ഒപ്പം തന്നെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസുകൾ, അതായത് പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. ഇത് ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ താൻ തന്നെ പാലിക്കുന്നു എന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ യാത്രകൾ പരമാവധി കുറയ്ക്കുക, കാർ പൂളിംഗിലേക്ക് കടക്കുക, വിമാനയാത്രകൾ ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഒരു ഇന്ധന പ്രതിസന്ധിയിലേക്ക്, ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കപ്പെട്ടത് മൂലം ഒരു വലിയ അസാധാരണ ഇന്ധന പ്രതിസന്ധിയിലേക്ക് രാജ്യം കടക്കുമ്പോൾ പ്രധാനമന്ത്രി ഒരു സന്ദേശം നൽകുകയാണ്.